കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സർഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവ പ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. 2 തിമോഥെയോസ് 3 അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. മനുഷ്യൻ സ്വസ്നേഹികളായിരിക്കുമെന്ന് ഈ വേദഭാഗത്തിൽ നാം വായിക്കുന്നു. അവർ വളരെ സ്വാർത്ഥരായിരിക്കും. നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. സ്വാർത്ഥത കർത്താവിൻ്റെ ശരീരമായ സഭയുടെ വലിയ ശത്രുവാണ്. പ്രിയരെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമുക്കൊരിക്കലും സ്വാർത്ഥത പുലർത്തുവാൻ കഴിയുകയില്ല. എല്ലാവരും നമ്മെ സേവിക്കണമെന്ന് നാം ആഗ്രഹിക്കരുത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 4 വാക്യത്തിൽ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം എന്ന് ഫിലിപ്പി സഭയോടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് ഓർക്കാം. ഇത് പൊതുവായുള്ളതിലും ഉപരിയായി സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ കുറിച്ച് ആണ് താൻ പ്രതിപാദിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളിൽ നാം എങ്ങനെ ശ്രദ്ധയുള്ളവരായിരിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഉള്ളവരെ കുറിച്ചും നാം വിചാരമുള്ളവരായിരിക്കണം. ദൈവമക്കളിൽ പലരും ഇപ്പോഴും സ്വാർത്ഥരാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് അന്ത്യനാളുകളുടെ അടയാളങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവജനത്തെ തൻ്റെ പാതയിൽ നിന്ന് അകറ്റുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തികളിൽ ഒന്നാണിത്. ഈ അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. ദൈവഭവനത്തിൽ ചിലർ ആരും ഞങ്ങളെ സന്ദർശിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നത് നാം കാണാറുണ്ട്. എന്നാൽ അവർ തങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് അവരെ സഹായിക്കും. ആ ചോദ്യം ഞാൻ എത്ര പേരെ സന്ദർശിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് നമ്മെ അങ്ങനെയുള്ള മനോഭാവത്തിൽ നിന്ന് വിമുക്തരാക്കും. ഞാൻ പറയുന്നതിന് സാരം, നമ്മിൽ പലരും വളരെ സ്വാർത്ഥരാണ്. നാം എത്ര തവണ മറ്റുള്ളവരെ സന്ദർശിച്ചിട്ടുണ്ട്? പ്രോത്സാഹനം ആവശ്യമായ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുവാൻ നാം എത്ര തവണ മറ്റൊരാളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്? നാം സന്ദർശിച്ചപ്പോഴും അത് പലപ്പോഴും നമ്മുടെ ആവശ്യത്തിനായിരുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ അന്തർലീനമായ സ്വാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവമക്കളുടെ സ്വാർത്ഥത പ്രകടമാക്കുന്ന വേറൊരു മേഖല പ്രാർത്ഥനയാണ്. അവരുടെ പ്രാർത്ഥന സ്വയ കേന്ദ്രീകൃതമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുട്ടികളുടെ ജോലി, നമ്മുടെ ഭാവി, നമ്മുടെ രോഗം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്വയത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മേലുള്ള ദൈവത്തെ കാണുവാനോ ഉയർന്ന ചക്രവാളത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി നോക്കുവാനോ കഴിയുകയില്ല. കാരണം അവർ സ്വാർത്ഥ തൽപരരാണ്. അവർക്കൊരിക്കലും കർത്താവിൻ്റെ ശരീരമായ സഭയുടെ ദർശനം കാണുവാൻ കഴിയുകയില്ല. അവർ സദാ തങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന അതിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. പ്രിയരെ, നാം ഒരിക്കലും അങ്ങനെ ആകരുത്. നാം കർത്താവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കണം. ശരീരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മീയ വളർച്ചയ്ക്കായി ഭാരമുള്ളവരായി, സ്വന്തം ഇഷ്ടങ്ങളെ സഹിക്കുന്നവരായല്ല മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മാറുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. ആയതിനാൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണെന്ന് നാം മനസ്സിലാക്കാം. നമുക്ക് താഴ്മയോടെ അതിനെ സ്വീകരിക്കാം. നമുക്ക് സ്വയം പരിശോധിക്കാം. അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണം ആരും എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന മനോഭാവമാണ്. എനിക്കെല്ലാം അറിയാം, ദൈവവചനം എനിക്ക് പരിചിതമാണ്, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. ഇതാണ് അന്ത്യനാളുകളിൽ ദുഷ്ടാത്മാക്കളാൽ നിറഞ്ഞിരിക്കുന്ന ബാബിലോണിൽ പ്രകടമാകുന്ന ആത്മാവ്. ഈ ആത്മാവ് നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവസാന ദിവസങ്ങളിൽ മനുഷ്യർ ഈ കാര്യങ്ങളിലേക്ക് തിരിയും. യൂദാസിന്റെ ജീവിതത്തിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയും. അവൻ ആരംഭത്തിൽ അഹങ്കാരിയായിരുന്നില്ല, എന്നാലും പിന്നീട് അത് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ആരംഭത്തിൽ നാം താഴ്മയുള്ളവരായിരുന്നു. എന്നാലും പിൽക്കാലത്ത് അനേകരിലേക്ക് അകന്ത കടന്നു വന്നു
പിന്നീട് അവർ അഹങ്കാരം നിറഞ്ഞവരായി. എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അവർ വരുന്നു. അത് പലരെയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ഇത് എനിക്ക് പലപ്പോഴും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അവർ വളരെ എളിമയുള്ളവരായിരുന്നു. അവർ ആലോചന ചോദിക്കുന്നവരും അന്വേഷിക്കുന്നവരുമായിരുന്നു. അവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ തൽപരരായിരുന്നു. പക്ഷേ പിന്നീട് ആ കഴിവുകൾ നഷ്ടമാക്കി. അവർ ആലോചന ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതും എല്ലാം നിർത്തി. അവർ വേണ്ടത്ര ആത്മീയ പക്വതയിൽ എത്തിയത് ആയിരുന്നില്ല. അതിൻ്റെ കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയിൽ എത്തുന്നതുവരെ അത് നമുക്ക് അനിവാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും സഹോദരി സഹോദരന്മാരും നമ്മളെ ഒഴിവാക്കുവാൻ കഴിയാത്ത ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവാഹത്തിൻ്റെ കാര്യത്തിലും വിവാഹത്തിന് ശേഷവും ഇത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. വിവാഹത്തിന് മുൻപും വിവാഹ ജീവിതത്തിൻ്റെ ആരംഭ നാളുകളിലും അവർ ആലോചന ചോദിക്കുന്നവരും അന്വേഷിക്കുന്നവരും കാര്യങ്ങൾ തുറന്ന് പങ്കുവയ്ക്കുന്നവരുമായിരുന്നു. എന്നാലും പിന്നീട് അവരറിയാതെ തന്നെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന അവരുടെ സ്വഭാവം അവരുടെ ഉള്ളിൽ കടന്നുകൂടുകയും അവർ ആ കഴിവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് തികച്ചും ദുഃഖകരമാണ്. ദൈവം നമ്മെ എല്ലാവിധ സ്വാർത്ഥതയിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും നമ്മെ വിമുക്തമാക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.